തുടർ പ്രളയഭീതിയിൽ നേപ്പാൾ. പ്രളയമുണ്ടായ ഭോട്ടെക്കോശി നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് വീണ്ടും ആശങ്കയാകുന്നു. ഇടവിട്ട് മഴ പെയ്യുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. നദീതീരത്തുള്ളവർ ഒഴിഞ്ഞു പോകാൻ നേപ്പാൾ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭോട്ടെക്കോശി നദീതീരത്ത് നിന്ന് റിപ്പോർട്ടർ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട്. നേപ്പാളിനെ ദുഃഖത്തിലാഴ്ത്തിയ മിന്നൽ പ്രളയമുണ്ടായ ഭോട്ടെക്കോശി നദിക്ക് തൊട്ടടുത്താണ് റിപ്പോർട്ടർ TV സംഘം ഇപ്പോഴുള്ളത്. ഇപ്പോഴും നദി കുതിച്ച് പായുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോഴും വേഗതയിൽ ഒഴുകുന്നു, ശക്തമായി തന്നെ ഒഴുകുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബിദ്ദൂർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു. അവിടെയുള്ള ദൃശ്യങ്ങൾ ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ് എന്ന് പറയാതെ തരമില്ല. കാരണം ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച സങ്കടപ്പെടുത്തുന്നതാണ്. ഇവിടെ നിരവധി ആളുകൾ താമസിച്ചിരുന്നു. ഇവിടെയാകെ ഇപ്പോൾ ശ്മശാന മൂകത തളം കെട്ടി കിടക്കുകയാണ്. ഇവിടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ താമസിച്ചവർക്ക് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് ബന്ധുക്കളൊക്കെ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാം. ചില വീടുകളുടെയൊക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലേക്ക് വരെ ചെളിവെള്ളം കയറിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ അവിടെ ഒരു ഫാൻ കിടക്കുന്നത് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ നിലയാണ്. രണ്ടാമത്തെ നിലയിലേക്ക് വരെ വെള്ളം അടിച്ചു കയറി, ചളിവെള്ളം അടിച്ചു കയറി. അതിൻ്റെ ഒരു തൂൺ, കമ്പി വരെ പൊട്ടിപ്പോയ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കമ്പി വരെ പൊട്ടിപ്പോകുന്ന രൂപത്തിലേക്ക് ചെളിവെള്ളം അടിച്ചു കയറുകയായിരുന്നു. അത്രയ്ക്കും വേഗതയിൽ, ശക്തിയിലായിരുന്നു വെള്ളം പാഞ്ഞു വന്നത്. ഇപ്പോഴും വെള്ളത്തിൻ്റെ ശക്തിക്ക് കുറവില്ല. വീണ്ടും തുടർ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ചൈനീസ് അധികൃതരും നേപ്പാൾ സർക്കാരും നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഭോട്ടെക്കോശി നദിക്ക് തൊട്ടു സമീപം. 2 ദിവസം വരെ ഇതായിരുന്നില്ല സ്ഥിതി. ആ സന്തോഷവും സജീവമായ മാർക്കറ്റും കടകളും വീടുകളും എല്ലാം നശിച്ചിരിക്കുന്നു. ഇപ്പോഴും ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പോലും സങ്കീർണമാവുന്ന രൂപത്തിൽ വീണ്ടും തുടർ പ്രളയങ്ങൾ ഉണ്ടാകാം എന്ന മുന്നറിയിപ്പാണ് നേപ്പാൾ സർക്കാർ നൽകിയിരിക്കുന്നത്.